അപ്പോൾ നമ്മളെ മഞ്ചേരി ഫയർ സ്റ്റേഷനിലെ പ്രദീപ് സാർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് വട്ടത്തൂർ കള്ളിക്കാട് ചാലിയാർ തീരത്താണ് കേട്ടോ. അപ്പം നമ്മളിവിടെ എന്തിനാണ് വന്നു വെച്ചാൽ ഫയർഫോഴ്സ് മഞ്ചേരി ഫയർഫോഴ്സിൻ്റെ വക നമുക്കൊരു ട്രെയിനിങ് ഉണ്ട് TDRF ടീമിന് വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ തഹസിൽദാർ എത്തിയണേ. നമ്മൾ ഉദ്ഘാടനം കഴിക്കുന്നത് നമ്മൾ കൊണ്ടോട്ടി തഹസിൽദാർ ബാലരാജൻ സാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫയർഫോഴ്സിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബോട്ട് ഇറക്കാണ്. ഒട്ടേറെ പേര് പിടിക്കുന്നുണ്ട്, കാരണം അത്ര വെയിറ്റുള്ള സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഒരാൾ വെള്ളത്തിൽ വീണ് പോയാൽ എങ്ങനെ രക്ഷപ്പെടുത്താം, അതുപോലെ നന്നായിട്ട് നീന്തൽ അറിയുന്ന വ്യക്തി എന്തുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു, പിന്നെ അതുപോലെ ഒരാളെ രക്ഷപ്പെടുത്തിയാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനാവുക, CPR എന്നാൽ എന്ത്. കൊണ്ടോട്ടി തഹസിൽദാർ ബാലരാജൻ സാറ്, മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള മഞ്ചേരി ഫയർഫോഴ്സിലെ പ്രദീപ് സാറ്, അവരുടെ അസിസ്റ്റൻ്റായി എത്തിച്ചേർന്നിട്ടുള്ളവർ TDRF ചീഫ് കോർഡിനേറ്റർ ഷിഹാബ്ക, അതോടൊപ്പം ഇന്നത്തെ ജലരക്ഷാ ട്രെയിനിങ്ങിലേക്ക് സന്നദ്ധരായി എത്തിച്ചേർന്നിട്ടുള്ള TDRFിൻ്റെ നല്ലവരായ വോളണ്ടിയേഴ്സ്, മറ്റ് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന എല്ലാവരെയും ആമുഖമായി ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓരോ സമയങ്ങളിലും ഒരു സന്നദ്ധ വളണ്ടിയർ ആകുമ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചവരായിരിക്കണം. നമ്മൾ ഏത് സമയവും ഏതൊരു അപകടത്തിനും മുന്നിട്ടിറങ്ങാൻ സന്നദ്ധരായിക്കൊണ്ടാണ് TDRF പോലെയുള്ള സന്നദ്ധ സംഘടനയിലേക്ക് നമ്മൾ അംഗത്വം എടുക്കുന്നത്. ജലരക്ഷാ ട്രെയിനിങ് ഇത് 3ാം തവണയാണ് മഞ്ചേരി ഫയർഫോഴ്സ് നമുക്ക് നൽകുന്നത്. TDRFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടപ്പെട്ട 2 വിഭാഗമാണ് താലൂക്ക് അധികൃതരും അതോടൊപ്പം ഫയർഫോഴ്സും. നമ്മുടെ ഏതൊരു കാര്യം അവരുടെ ഇരു സംവിധാനങ്ങളോട് നമ്മൾ പറയുമ്പോഴും വലിയ പിന്തുണയാണ് അവർ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കൊണ്ടോട്ടി തഹസിൽദാർ ബാലരാജൻ സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏതൊരു ദുരന്തമുഖത്തും സർക്കാർ സംവിധാനങ്ങൾ എത്തുന്നതിന് മുമ്പേ എത്തുന്ന ഒരു നമ്മുടെ നാട്ടുകാരാണ് എത്തുന്നത്. അപ്പോൾ ഈ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്നത് അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് TDRF പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നത്. നേരത്തെ ശിഹാബ് സൂചിപ്പിച്ചതുപോലെ ഈ TDRFുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മുമ്പും ഞാൻ തന്നെ ഈ ഏറനാട് തഹസിൽദാരായിരുന്ന സമയത്ത് TDRFുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതൊരു പ്രവർത്തനത്തിനും ആദ്യം ഓടിയെത്തുന്ന വിഭാഗമായി TDRF മാറിയിട്ടുണ്ട്. അത് അവരുടെ പ്രവർത്തനത്തിന് മികവ് തന്നെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പ്രകൃതിക്ഷോഭ കാലഘട്ടത്തിൽ മാത്രമല്ല, അപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ ഉമ്മറ പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഒരു PHCയിൽ ഒരു മൂർഖൻ പാമ്പ് വന്നിട്ടുണ്ട്, അതിനെ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഏത് മേഖലയിലായും സഹായിക്കുക എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ആണ് ഈ സേന ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് ഏകദേശം ഈ ഒരു പരിസര പ്രദേശത്ത് 3ാമത്തെ ജലസുരക്ഷാ പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത്. ഇതിനു മുമ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. മുറിഞ്ഞൽമാട് തന്നെ കഴിഞ്ഞ വർഷം ജലസുരക്ഷാ പ്രോഗ്രാം നടത്തിയിരുന്നു. TDRF എന്ന സംഘടന, സന്നദ്ധ സേന ഈ കൊണ്ടോട്ടി പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നല്ല രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഫയർഫോഴ്സുമായിട്ട് സഹകരിച്ച് പോകുന്ന TDRFിനെ ഒന്നിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നീന്താൻ പോകുന്നവരാണല്ലോ. അപ്പോൾ വെള്ളത്തിൽ ചാടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ ചാടുന്ന സമയം നമ്മൾ ശരീരം വെള്ളവുമായിട്ട് യോജിക്കാൻ ഒരു സമയം എടുക്കും. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അനുഭവപ്പെടുന്നതായിരിക്കും മസിൽ പിടുത്തം, നരമ്പ് വലിച്ചില്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ശരീരം ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ എന്ത് കളി കളിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ. ഇനിയിപ്പോൾ ജിമ്മിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ഫുട്ബോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും നമ്മൾ വാമപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ നീന്തലിന് മാത്രം നേരാണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, നേരെ ചാടുന്നു. അതുകൊണ്ടാണ് നന്നായിട്ട് നീന്തൽ അറിയുന്നവർ വരെ വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എക്സസൈസ് നല്ല ഇതിൽ വാമപ്പ് ചെയ്യുക, എന്നിട്ട് മാത്രം വെള്ളത്തിൽ
ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടാണ്ട് മനസ്സിലാക്കാം. 2 3 2 3 5. അപ്പുറത്തെ കാല് 1 2 3 2 3 3 4 5. അതുപോലെ മറ്റേ കാല് 1. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇതൊക്കെയാണ് കേട്ടോ എക്സസൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തന്നത്. അപ്പോൾ ഇവരാണ് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത് കേട്ടോ. മഞ്ചേരി ഫയർഫോഴ്സ് യൂണിറ്റിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ട് ഓരോരോ എക്സസൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരും എക്സസൈസ് ചെയ്യുന്നുണ്ട്. പമ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. എക്സസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷം നീന്തൽ പരിശീലനമാണ് കേട്ടോ. നീന്തലിൻ്റെ പരിശീലനമാണ് നമ്മൾ കാണുന്നത്. ഓരോരുത്തർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ, എങ്ങനെയൊക്കെ നീന്തേണ്ടത് കാര്യങ്ങളൊക്കെ. അപ്പോൾ നീന്തൽ അറിയാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ട്രെയിനിങ് ഉണ്ടാവില്ല, നീന്തൽ പഠിക്കാമെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നീന്തൽ അറിയുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട മെത്തേഡാണ് പോലെ പറഞ്ഞത്. നമുക്ക് നീന്തൽ അറിയും, നമ്മളൊക്കെ നീന്തൽ പോലെ തന്നെയാണ്. പക്ഷേ ഈ ഒരു പൊസിഷൻ നമ്മൾ ട്രൈ ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് ബോഡിയിൽ പെട്ടെന്ന് കുഴങ്ങാതൊക്കെ ഉള്ളൂ. നമ്മളെ കണ്ട് കയറ്റത്തിങ്ങോട്ടൊക്കെ നീന്തൽ പെട്ടെന്ന് പ്രശ്നമുണ്ടാവും. ഈ ചെരി എന്തിനാലോ, ഈ ചെരിയിൽ നമ്മൾ ശ്വാസം എടുക്കുക. അത് ഇത്ര പൊങ്ങുന്നില്ല, നമ്മൾ ചെറുന്നൊരു എടുക്കലും അപ്പം താഴും. അപ്പോൾ അവിടെ അദ്ദേഹം കാണിച്ചെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മൾ നീന്തുന്നതിനിടയിൽ തല താഴ്ത്തിയാണ് നീന്തേണ്ടത്. അപ്പോൾ തല താഴ്ത്തി നീന്തുമ്പോൾ എങ്ങനെ ശ്വാസം എടുക്കാം എന്നുള്ളതൊക്കെ അയാൾ അവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയുള്ള ക്ലാസ് ഒരാൾ വെള്ളത്തിൽ വീണാൽ അവരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. കിടന്ന ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വെള്ളത്തിലേക്ക് വലിച്ചെറിയാൻ പറ്റും. അടുത്തതായിട്ട് അയാൾ അവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ്, ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അയാളെടുത്ത് പോവാണ്. ഏത് രീതിയിലാണ് നമ്മൾ അയാളെ രക്ഷപ്പെടുത്തുക? ഒരിക്കലും രണ്ടു വഴി നമ്മൾ പോകാൻ നിൽക്കരുത്. ഒരു ബേസിക്കാണ് സ്വിമ്മിങ്ങിൻ്റെ കാര്യത്തിൽ. ക്രോണിക്കിൻ്റെ കേസിൽ ഏറ്റവും പറയുന്ന കാര്യമാണ് നമ്മൾ പിടിച്ചാൽ നമ്മൾ കൊല്ലും. കാരണം അയാളെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാളെ പിടിച്ച് താത്തിട്ട് അയാൾ ഫ്ലോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡെമോ കാണിച്ചു തരും, എങ്ങനെയാണ് ചെയ്യാനുള്ളത്. എന്നിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ വലിക്കാം, പക്ഷെ അപ്പോൾ ആളെ മുഖം മേലെയാണ് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ രണ്ട് കൈയും കൂട്ടിയിട്ട് ഫ്ലോട്ട് ചെയ്ത് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കൈ വെച്ചിട്ട് ഒരു കൈ നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കൊണ്ടുവരാൻ പറ്റും. ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഒരു അവസരം വന്നാൽ മാത്രം ചെയ്യേണ്ട കേസാണ്.
എക്സ്പീരിയൻസ് വേണം, മസ്റ്റാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല. അത് മുടി ഉണ്ടാവണം, അല്ലെങ്കിൽ മുടി ഉണ്ടാവണം, മുടി വിളിക്കാം, തുണി ഉണ്ടെങ്കിൽ തുണി കൈ ലോക്കാക്കി. അപ്പോൾ ഇനി നമുക്ക് ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു മോക്ക് ഡ്രില്ലാണ് കേട്ടോ. അപ്പോൾ ആദ്യം എല്ലായിടത്തും ഇങ്ങനെ തിരയാണ് കേട്ടോ, എവിടെയാണ് പോയതെന്നുള്ളതിൻ്റെ ഒരു തെരച്ചിലാണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആളെ കണ്ടെത്തി കയറിട്ട് കൊടുത്താണ്ട് രക്ഷപ്പെടുത്താണ്. അങ്ങനെ രക്ഷപ്പെടുത്തിയ ആളായിട്ട് കരയിലേക്ക് വരുന്നൊരു ചെറിയൊരു മൊത്തം. ഇനിയിപ്പോൾ അവർക്ക് എങ്ങനെ CPR കൊടുക്കാൻ കാര്യങ്ങളിലുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ അടുത്തത്. കരയിലേക്ക് അറിയാം, നമ്മളൊരു സമാധാന പ്രദേശത്തിലേക്ക് പരമാവധി വെക്കുക അല്ലേ. അതിനുശേഷം നമ്മൾ തട്ടി പിടിക്കുക. കണ്ണ് തുറക്കണ്ട കേട്ടോ. ഇല്ലല്ലോ, വൃത്തി നമ്മൾ അങ്ങനെ അല്ല കേട്ടോ നോക്കുക. വൃത്തി നമ്മൾ അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, LLF വഴിയാണ് വൃത്തിയൊക്കെ ചെയ്യുക. LLF പറഞ്ഞാൽ ലുക്ക് ലിസൺ ഫീൽ എന്നാണ് അതിന് പറയാം. അങ്ങനെ അല്ലായിരുന്നു, ലുക്ക് ലിസൺ ഫീൽ. അതായത് ഇങ്ങനെ നോക്കുക, ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്തായി, കാഴ്ചയിൽ നെഞ്ച് താവോ പൊന്തോ ചെയ്യണമെങ്കിൽ അത് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റും. ആ ലുക്ക് ലിസൺ എങ്ങനെയാണ്, ശ്വാസം വിടുമ്പോൾ നമുക്ക് ചെവി കൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇങ്ങനെ കൈ കൂടി പിടിച്ചു കഴിഞ്ഞാൽ ഫീല് 3 തരത്തിൽ നമുക്ക് ശ്വാസം ഉണ്ടോ ഇല്ലതിൽ തിരിച്ചറിയാൻ പറ്റും. അതാണ് LLF എന്ന് പറയാം, ലുക്ക് ലിസൺ ഫീല്. പക്ഷേ ബ്രത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇതാ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഈ ഒരു ആംഗിളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, LLF ചെക്ക് ചെയ്യുക, ബ്രത്ത് ചെക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അടുത്താണ് സർക്കുലേഷൻ. സർക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഈ കൈ പിടിക്കുമ്പോൾ തന്നെ അടുത്ത കൈ എന്ത് ചെയ്യുക, ഇവിടെ പിടിക്കുക. കരോട്ടിക്ക് നോക്കുമ്പോൾ സമയത്ത് തന്നെ ഈ 2 അറ്റ ടൈമിൽ തന്നെ പിടിക്കാൻ നോക്കുക. നമുക്ക് അത്ര സമയം നമുക്ക് ലാഭമാണ്. അത് 2 ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 2 തന്നെ ചെക്ക് ചെയ്യാനുള്ളൂ. നാട്ടുകാരടക്കം ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിലേക്ക് വന്ന് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കണമെന്ന് വിനീതമായിട്ട് അറിയിക്കുകയാണ്. ഒരുപക്ഷെ വളണ്ടിയർമാരോ ഫയർഫോഴ്സോ ആളുകളൊക്കെ പിന്നീട് ഓടിയെത്തുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളടക്കം വന്ന് ഇതൊന്നും മനസ്സിലാക്കുന്നത് നന്നാവും. ഏറ്റവും വില കൂടിയ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഉറപ്പുള്ള എല്ലാണ്. അതുപോലെ തന്നെ നമ്മളെ കറക്റ്റ് പൊസിഷനാണ് നമ്മളെ പാമ്പ് വരേണ്ടത്. ശേഷം മെഡിക്കൽ വിങ്ങുകളോ നഴ്സുമാരോ ഡോക്ടർമാർ ആരും ഉണ്ടാവില്ല. നിങ്ങൾ കോമൺ ജനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആ സമയത്ത് അയാളെ രക്ഷപ്പെടും. നിങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും, വീട്ടിലത്തെ അനിയനോ അനിയത്തിയോ അമ്മയോ അച്ഛനോ ആരെങ്കിലും ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് വേറെ അപ്പീലൊന്നും ഉണ്ടാവില്ല. എങ്ങനെ അയാളെ ജീവൻ തിരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലേ. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. CPR ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ CPR ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ മുന്നേ ടെസ്റ്റ് ചെയ്യാനുണ്ട്. CPR മീൻസ് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്ന് പറയാം. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടുണ്ടാവും, നെഞ്ചത്ത് ഇങ്ങനെ ഞെക്കണ ഒരു പരിപാടി. തീരങ്ങളിൽ വസിക്കുന്ന ആളുകളാണ്. അന്യ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇങ്ങനെ പുഴയിൽ ഇറങ്ങി കുളിക്കുന്നതോ അല്ലെങ്കിൽ അപകടത്തിൽ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പരമാവധി അവരെ അതിന് നിരുത്സാഹപ്പെടുത്തണം എന്ന് കൂടി പറയാണ്. നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നേരത്തെ വെള്ളത്തിൽ പോയ ആളെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് ഒരിക്കലും നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നിന്ന്, അതായത് അദ്ദേഹത്തിന് മുൻവശത്ത് നിന്ന് ഒരിക്കലും പിടിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. പുറകുവശത്ത് നിന്നാണ് കൊണ്ടുവരേണ്ടത്. കൊണ്ടുവന്ന് നമ്മൾ ഒരു പ്രതലത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ രോഗി, അല്ലെങ്കിൽ ഈ കാഷ്വാലിറ്റി എന്നുണ്ടെങ്കിൽ കിടക്കും ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ഒരാളാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളാണ് അടുത്തുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളാണല്ലോ വിചാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ആംബുലൻസിൽ വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഹോസ്പിറ്റലിൽ നിന്ന് എത്തണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ മിനിമം 20-30 മിനിറ്റ് വേണ്ടി വരും അല്ലേ. ഇവിടെ അടുത്ത ജനറൽ ആശുപത്രി എവിടെയുള്ളത്? എവിടെ പറയും, ഇവിടെ എത്ര ദൂരമുണ്ട്? എത്ര 2.5 കിലോമീറ്റർ മിനിമം ഒരു 10-15 മിനിറ്റ് അല്ലേ ട്രാഫിക്കും കഴിഞ്ഞിട്ട് ആംബുലൻസ് ആണെങ്കിൽ പോലും. അത്രയും സമയം നമ്മൾ റിസ്ക് ടൈമാണ്, അത്രയും ടൈമാണ് റിസ്ക്. പക്ഷെ ഈ സമയം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലും അവരാദ്യം ചെയ്യാൻ പോണ സംഭവം CPR കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ CPRനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CPR അപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ചു, അത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നാ പറയാം. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ആ CPR ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അങ്ങവരുടെ എയർവേ നോക്കണം. എന്തെങ്കിലും വായന തൊണ്ടയിൽ കുടുങ്ങിയിട്ടുള്ള കാര്യം പെട്ടെന്ന് തന്നെ അവിടെ നോക്കുക. അവിടെ നോക്കിയാൽ മതി. അപ്പം തന്നെ നമ്മൾ നോക്കിയാൽ മതി. അപ്പം തന്നെ നമ്മൾ ബ്രത്ത് നോക്കണം അല്ലേ. ബ്രത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ LLF വഴിയാണ് നോക്കുക. അതെങ്ങനെയായിരുന്നു അങ്ങനെ നോക്കുക.
ആദ്യം നമ്മൾ റെസ്പോൺസ് ഒക്കെ ചെയ്യണം. അയാൾക്ക് എന്ത് ഇല്ല അതിനുശേഷം ലുക്ക് ലിസൺ ഫീൽ അല്ലേ, കാഴ്ചയിലൂടെ അയാൾ നെഞ്ച് താവുണ്ടോ പൊങ്ങുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ മൂക്കിന്ന് ശ്വാസം വരുന്നുണ്ടെങ്കിൽ ഇയാളുടെ മുഖത്തേക്ക് ശ്വാസം തട്ടും. അതുപോലെ നമുക്ക് നോട്ടത്തിലൂടെയും തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ലുക്ക് ലിസൺ ഫീൽ കൂടെ നമ്മൾ ശ്വാസം ഉണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയാൻ പറ്റുക. ശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് പൾസ് ചെക്ക് ചെയ്യുക. ഒരു കൈ കൊണ്ട് റേഡിയൽ പൾസും മറ്റേ കൈ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കാരോട്ടിഡ് പൾസും അല്ലേ, 2 പൾസല്ലേ ഉള്ളത്. അറ്റ് ടൈം നമുക്ക് നോക്കാൻ പറ്റും. ഈ 2 പൾസും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, CPR സ്റ്റാർട്ട് ചെയ്യുക. CPR സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ കടന്നതിന് ശേഷം നമ്മളൊരു ഇമാജിനറി ലൈൻ ഇങ്ങനെ വരച്ച് ഇതുണ്ടോ ഇവിടെ അല്ല, ഇവിടെയാണ് സ്റ്റേൺ ഉള്ളത്, ഉറപ്പുള്ള എല്ല്. അവിടെ ഈ പാമ്പ് വെച്ചതിന് ശേഷം എത്ര പ്രാവശ്യം, 30 തവണ നമ്മൾ പ്രസ് ചെയ്യും. പൾസ് ഇല്ലെങ്കിൽ മാത്രം. അപ്പൊ ഈ 2 സാധനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തില്ലേ, ബ്രത്തും ഇല്ല പൾസും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, CPR ചെയ്യും. അപ്പൊ നമ്മള് ഊര വളയാണ്ട് നേരെ നമ്മളെ ബോഡി മൊത്തമായിട്ട് എവിടെ ഇടുകയാണ്, മുട്ടം കൈ വളയാണ്ട്. നമ്മൾ ഏത് സ്പീഡിലാണ് ചെയ്യേണ്ട അറിയോ, സാധാരണ നമ്മളെ ഹൃദയമിടിപ്പ് 72 തവണയാണ് ഒരു മിനിറ്റിൽ. 100 എത്തുന്നതാവില്ല. അപ്പൊ സാധാരണ ഹൃദയമിടിപ്പിനേക്കാൾ സ്പീഡിൽ 1 2 3 4 5 ആ ലെവലില് പ്രസ് ചെയ്യണം, നന്നായിട്ട് പ്രസ് ചെയ്യണം. ഇപ്പൊ ചെയ്യണ്ട, അങ്ങനെ ചെയ്താൽ മതി. ആ ഒരു ലെവലിൽ ചെയ്യണം. സാധാരണ നമ്മള് 3 മുതൽ 4 സെന്റിമീറ്റർ വരെ ആഴത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അഡൾട്ട്സിൽ മുതിർന്ന ആളുകളിൽ 3 മുതൽ 4 സെന്റിമീറ്റർ വരെ ആഴത്തിൽ ചെയ്യാന്നാണ്. അങ്ങനെ 30 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഉടനെ എന്ത് ചെയ്യാം, 2 ആർട്ടിഫിഷ്യൽ ബ്രത്ത് അല്ലേ, മൂക്ക് പിടിക്കുക, മൂക്ക് പൊത്തി പിടിക്കുക, വായ തുറക്കുക. അതിനുശേഷം ശക്തിയായിട്ട് 2 ആർട്ടിഫിഷ്യൽ ബ്രത്ത് വായിലേക്ക് ഊതി കൊടുക്കുക. തുടർന്ന് ഈ സൈക്കിള് വീണ്ടും തുടരുക. ഈ സൈക്കിൾ 30 പ്രാവശ്യം വീണ്ടും തുടരുക. അതുപോലെ 2 ആർട്ടിഫിഷ്യൽ ബ്രത്ത് കൊടുക്കുക, 30 പ്രാവശ്യം ചെയ്യുക. അതുപോലെ ചെയ്യാം. ഈ സാധനം നമ്മൾ എത്ര പ്രാവശ്യം വരെ ചെയ്യും, ഏത് സമയം വരെ ചെയ്യും, ഹോസ്പിറ്റലിൽ എത്തണ വരെ ചെയ്യാം. പിന്നെ ശ്വാസം കിട്ടിയ ഇല്ല അതുവരെ ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് എത്ര സമയം വരെ ചെയ്യാൻ പറ്റും. നിങ്ങൾ കുഴങ്ങി പോകില്ലേ, കുഴങ്ങി പോകുമ്പോൾ വേറെ ആൾ അപ്പം തന്നെ സൈക്കിള് റീസൈക്കിൾ ചെയ്യുക, ഒരാളെ ചെയ്യുക, വീണ്ടും ചെയ്യാം. ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇന്റർനാഷണൽ ഇതാണ് മെഡിക്കൽ വിങ് പറഞ്ഞു തരുന്ന സാധനം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ചെയ്യേണ്ട സാധനം ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ഇത് മാത്രമേ ഉള്ളൂ. ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതാണ് മെഡിക്കൽ വിങ്ങിൽ നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ പരിപാടികൾ അല്ലേ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു അല്ലേ. താങ്ക് യു. നമ്മൾ ഒരു കാറോ അല്ലെങ്കിൽ ഇത്തരം ഒരു അപകടം പറ്റിയ ഒരാളെ കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഓട്ടോറിക്ഷ ഒന്നും പ്രിഫർ ചെയ്യരുത്. ഒന്നുകിൽ പിക്കപ്പ് വാന് അല്ലെങ്കിൽ അതായത് ഇവരെ കടത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ്. കടത്തി കൊണ്ടുപോകുക, അതോടൊപ്പം CPR കൊടുക്കും വേണം. പിന്നെ നമുക്കുള്ള ഒരു സ്വഭാവമാണ്, ഇപ്പോൾ ഏതെങ്കിലും ഓരോ ബന്ധുക്കളെ വേഗം ആംബുലൻസിൽ കയറ്റാണ്. ഓലെ ഭാര്യ ഉണ്ടെങ്കിൽ, ഓലെ കുട്ടികളുണ്ടെങ്കിൽ ഓലെ ആംബുലൻസ് കയറ്റുന്ന പ്രവണത നിങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കരുത്. ഓലെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി. ആ പോകുന്ന സമയത്ത് നന്നായി ആരോഗ്യമുള്ള ആളുകളാണ് ആംബുലൻസിലേക്ക് കയറ്റേണ്ടത്. അഥവാ CPR കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. 30 പ്രാവശ്യം ഇത് കൊടുക്കുമ്പോഴേക്കും കുഴഞ്ഞു പോകും നമ്മൾ. അപ്പോൾ മാറി മാറി ചെയ്യാൻ പറ്റിയ 3 4 ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ തന്നെ ആംബുലൻസ് കയറണം. പിന്നെ കൃത്യമായി അപ്പോഴേക്കും അവരുടെ ഡ്രസ്സ് അടക്കം. ഒരു കാര്യം കൂടി ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ മലപ്പുറത്ത് ഞാൻ ഫസ്റ്റ് സർവീസിലുണ്ടെന്ന് എറണാകുളത്തായിരുന്നു 1 വർഷം. അത് കഴിഞ്ഞ വർഷമാണ് മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആയത്, മഞ്ചേരി. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ എന്താ പറയുക, ആളുകളെ സഹായിക്കാനുള്ള മനസ്സ് വളരെ കൂടുതലുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ വളരെ ആക്റ്റീവായിട്ടുള്ള നാടാണ് നമ്മളത്. ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളെ ആംബുലൻസ് എത്തുന്നതിന് മുന്നേ പൊതുജനങ്ങൾ അയാളെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വളരെ നല്ല കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. നിങ്ങൾ പല ആൾക്കാരോട് ചോദിച്ചാൽ അറിയണ്ടാവും, ഈ വാരി എടുക്കുന്നത് കൊണ്ട് അവർക്ക് പറ്റിയ പ്രശ്നം, ജീവിതത്തിൽ നട്ടലിന് പരിക്കേറ്റ് ജീവിതത്തിൽ എണീക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ദയവേത് ആക്സിഡന്റ് കേസിൽ ഒരാളെ ഓട്ടോയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാറിലോ ഇരുത്തി കൊണ്ടുപോകാണ്ട് അയാളെ നട്ടല് നിവർന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് വൈകിയാലും ആ രൂപത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകും. അപ്പം മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു ഒരുപാട് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞൊരു സംഭവമാണ്, ഈ നട്ടലിന് പരിക്കേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ ഈ പരിക്ക് വീണ്ടും വീണ്ടും കൂടി അത് സിവിയർ ആവുന്നൊരു കേസ്. അപ്പം നിങ്ങൾ ആ സമയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ബേജാറ് കൂട്ടല്ല വേണ്ടത്.
അയാളെ കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന, കിടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നൊരു അപേക്ഷ മാത്രമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരാൾ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായും ഏറ്റവും ആദ്യം ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് അറിയാം? ഏറ്റവും അവസാനം ചെയ്യേണ്ട വർക്ക് എന്താണ്? ഏറ്റവും അവസാനം ചെയ്യേണ്ടത് ഞാൻ പറയാം, എന്ത്? അയാളെ ചാടിപ്പോയി രക്ഷിക്കുക എന്നുള്ളത്. അതെപ്പോഴാണ് ചെയ്യേണ്ടത്? ഏറ്റവും അവസാനം. നമ്മളെന്താ ചെയ്യല്? ഏറ്റവും ആദ്യം അതാ ചെയ്യുക. അഥവാ അയാൾക്കൊരു കയറിട്ട് കൊടുക്കുകയോ ഒരു പട്ട അല്ലെങ്കിൽ നമ്മൾ ധരിച്ച വസ്ത്രം അങ്ങോട്ട് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഊരിയാണ്ട് ഇട്ട് കൊടുക്കല്ലോ കേട്ടോ. അതിൻ്റെ ഒരു തല നമ്മളെ കയ്യിൽ വേണം. അപ്പോൾ അവിടെ ഒരാളെ അടുത്തേക്ക് എങ്ങനെ ഇത് എറിഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഒരു കയറ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കയറിന്റെ അറ്റത്ത് നമ്മൾ സാധാരണഗതിയിൽ പെട്ടെന്ന് കല്ലെടുത്താണ് കെട്ടുക. അത് കല്ലല്ല, കയറിനെ തന്നെ എറിയാവുന്ന രൂപത്തിലേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നേരത്തെ സാർ ഇവിടെ കെട്ടിയിട്ടില്ലേ? ഓക്കെ, നമ്മളൊരു കയറിനെ എറിയാൻ പാകത്തിലേക്ക് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ്. ഇത് നോർമലാണ്. ഇത് നമ്മൾ റീച്ച് എത്താൻ വേണ്ടിയിട്ട് ചെയ്യണ സാധനം. ഇത് ഇങ്ങനെ കെട്ടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കല്ല് ഉള്ള പോലെ ഫീൽ ചെയ്യും വേണം, എറിഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ എത്തും വേണം അല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇത് നമ്മൾ ജന്തുക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഉള്ളത്, നമ്മൾ 1-2 ആളുകളുണ്ട്, അയാളെ നമുക്ക് ചുറ്റി വരിഞ്ഞ് കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കൊരു കെട്ടുണ്ട്. സാറേ, ആദ്യം നമുക്ക് ബോലയാണ്. അത് നമ്മൾ റണ്ണിങ് ബോലൻ എന്നാ പറയാ. ആ കെട്ടിന് സാറൊരു ഡെമോ കാണിച്ചു തരും. ഇത് അത്ര ഈസി അല്ല കെട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് കൊടുക്കാം. അപ്പൊ ഉണ്ടോ ഇങ്ങനെ സാധനം കിട്ടിയില്ലേ? ഇതിന്റെ ഉള്ളിൽ ഒരാൾ കണ്ടോ കണ്ടോ അടക്കും. കണ്ടില്ലേ? ഒരാളെ സഹായം ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നമുക്ക് അയാളെ നെഞ്ചത്ത് കുടുങ്ങി കഴിഞ്ഞ് ശ്രദ്ധിക്കണ്ടോ? ഒറ്റയ്ക്ക് അയാളെ നമുക്ക് വലിച്ചു കൊണ്ടുവരാൻ പറ്റും. അവിടെ നമുക്ക് പുറത്തേണ്ട ആവശ്യമില്ല. നമ്മളെ ഏറ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആളെ ഒറ്റ വലിക്ക് കൊണ്ടുവരാൻ പറ്റും. അത് നമ്മൾ റണ്ണിങ് ബോലെന്ന് വിളിക്കുക. ബോലൻ കെട്ടുണ്ട്, അത് നമ്മൾ സ്വയം സേഫ്റ്റി കെട്ടുന്നതാണ്. നമ്മളെ കയറി പിടിക്കും. നമ്മളെ കയറി പിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഒരു സുഹൃത്ത് ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് നമ്മൾ പോയി പിടിക്കുമ്പോൾ അവർ നമ്മളെ പിടിക്കൂലേ? അതിന് നമ്മൾ വളരെ ശ്രദ്ധേയമായി ചെയ്യേണ്ടത്, ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ മാർഗ്ഗമാണ് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ പോയി പിടിക്കുക എന്നുള്ളത്. ഏറ്റവും ഡേഞ്ചറാണത്. അത്ര എക്സ്പീരിയൻസും എക്സ്പേർട്ടും ഉള്ള ആളുകൾ മാത്രമേ ആ പണി ചെയ്യാവൂ. അത് ചെയ്യേണ്ട രൂപം നമ്മൾ ഇവിടുന്ന് പറയുന്നുണ്ട്, ഏത് ഭാഗത്തുനിന്ന് പിടിക്കണം എന്നുള്ളത്. ഇനി ഇൻ കേസ് അവർ നമ്മളെ കൂട്ടി പിടിച്ചാൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ അയാളുടെ വിരല് പിടിച്ച് ഓടിക്കുകയോ, ഏറ്റവും വേദന അയാൾക്ക് അനുഭവപ്പെടുന്നത് എന്താണോ അത് നമ്മൾ ചെയ്ത് അയാളെ നമ്മളിൽ നിന്ന് പിടിപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അയാളുടെ വിരല് പിടിച്ച് പൊട്ടിച്ചാൽ പോലും നമ്മുടെ ജീവനാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അയാളുടെ വിരല് പിടിച്ച് പൊട്ടിക്കാം, അല്ലെങ്കിൽ കടിക്കാം, അയാളെ മുട്ടുകാല് കൊണ്ട് ചവിട്ടി പുറത്തേക്ക് തള്ളാം. ഏതും നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് ആ സമയം പ്രയോഗിക്കേണ്ടത്. ഒരു കാരണവശാലും അവർക്ക് പിടിക്കാൻ പാകത്തിൽ നിങ്ങൾ പോയി അയാളെ അതിനുവേണ്ടി രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയേ ചെയ്യരുത്. അത് അയാളും നിങ്ങളും അപകടത്തിൽപ്പെടാൻ കാരണമാവും. ഒട്ടുമിക്ക അപകട മരണങ്ങളും വെള്ളത്തിലെ അപകട മരണങ്ങളും രക്ഷിക്കാനും കൂടി ശ്രമിച്ച ആളുകൾ വെള്ളത്തിൽ പോയ അനുഭവമാണ് നമുക്കുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇനി ജലരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ പേരിലും കേസ് ഉണ്ടാവില്ല. നിലവിൽ നമുക്ക് അവാർഡ് തരുന്ന രൂപത്തിലേക്കാണ് ഇപ്പൊ സർക്കാർ സംവിധാനങ്ങളുള്ളത്. പേരിൽ നിലവിൽ അങ്ങനത്തെ ഒരു കേസും മുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പരിക്ക് പറ്റി കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ അവർക്ക് 500 രൂപ അടക്കമുള്ള ഫണ്ട് കൊടുക്കുന്ന സംവിധാനമാണ് ഇപ്പൊ നിലവിലുള്ളത്. അതൊക്കെ മുമ്പത്തെ കാലത്ത് പറഞ്ഞ് ധരിപ്പിച്ച ചില കാര്യങ്ങളാണ്. അങ്ങനെ നമ്മളെ CPR കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി രണ്ടാം നിലയിലേക്ക് കാര്യങ്ങളൊക്കെ വന്നാല് ഒരാളെ എങ്ങനെയാണ് അല്ലെങ്കിൽ വാർഡ് മെമ്പറോ ആ സമയത്ത് നമുക്ക് ഒരു വീട്ടിൽ നിന്ന് ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്ന ഫയർഫോഴ്സിന്റെ ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ 2 ഭാഗങ്ങളിലും കയറ് കെട്ടിയിട്ട് അവരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്.
കാല് നോക്കിയോ കാല് നോക്കിയോ അപ്പൊ ഈ ഒരു ഹൈറ്റ് അല്ല നിലവിലുണ്ടാവുക. അപ്പൊ 2ാം നിലയിൽ നിന്നും 3ാം നിലയിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ ആളുകളെ ഒന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇറക്കാറുള്ളത്. ഓക്കെ, ഒന്ന് കൈയടിച്ചു കൊടുക്കുക. സാധാരണ ഇതിനെ റിവർ ക്രോസിംഗ് ടെക്നിക്ക് എന്നാ പറയാ. സാധാരണയായിട്ട് പ്രളയം ഉണ്ടാവുന്ന സമയത്ത് അക്കരെയുള്ള ആളുകളെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ടെക്നിക്കാണ് നമ്മൾ ഭാരതത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണിത്. റോപ്പ് ഇതുപോലെ കെട്ടിയതിന് ശേഷം ആകാശത്തിലാണ് അങ്ങോട്ട് നീങ്ങുന്നത്. ഒരു സേഫ്റ്റുള്ള സാധനമാണ്. ഒരിക്കലും വെള്ളത്തിൽ പോവാതെ തൂങ്ങി കിടന്നുകൊണ്ട് 2 സൈഡിൽ ആൾക്കാർ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്ന ടെക്നിക്കാണിത്. മരക്കുറ്റിയൊക്കെ ഉണ്ടായതുകൊണ്ടാണ്, പറ്റിയ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്, സ്ഥലപരിമിതി കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ പുഴേൻ്റെ ക്രോസ് തന്നെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ജലരക്ഷാ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു ബോട്ടിൽ കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ ടീം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.